ടൂറിസം രംഗത്ത് തളിപ്പറമ്പ് മണ്ഡലം വൻ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണെന്ന് എം.വി. ഗോവിന്ദൻ എം.എൽ.എ. തളിപ്പറമ്പിൽ നവീകരിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ വിശ്രമ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് ക്ഷേത്രം തുടങ്ങിയ ആരാധനാലയങ്ങളെ കോർത്തിണക്കിയുള്ള തീർത്ഥാടക ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി തളിപ്പറമ്പിനെ മാറ്റുമെന്ന് എം.വി. ഗോവിന്ദൻ എം.എൽ.എ. നാടുകാണി സഫാരി പാർക്ക്, വെള്ളിക്കീൽ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ നിരവധി പദ്ധതികൾ തളിപ്പറമ്പിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മണ്ഡലത്തെ മുഴുവൻ ഒരു ഡെസ്റ്റിനേഷന്റെ ഭാഗമായിട്ട് അംഗീകരിച്ച കേരളത്തിലെ ആദ്യത്തെ മണ്ഡലം തളിപ്പറമ്പ് മണ്ഡലമാണ്. ആ മണ്ഡലം പറയുമ്പോൾ പറശ്ശിനിക്കടവ് ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളിക്കീൽ പറഞ്ഞു, ഇനി അപ്പുറത്തെ കരയിൽ മുല്ലക്കുടി ഉണ്ട്. അതിൻ്റെ പുറമെ ഇപ്പോൾ നാടുകാണി കൂടി ഫലപ്രദമായിട്ട് വന്നാൽ നിരവധി കേന്ദ്രങ്ങൾ ഞാൻ പിൽഗ്രീം ടൂറിസത്തിൻ്റെ ഭാഗം കൂടി ചേർത്താൽ വലിയ സാധ്യതയാണ് നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാവാൻ പോകുന്നത്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള വളരെ ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും ഏറ്റെടുക്കാനാവണം. അത്തരം പ്രവർത്തനങ്ങളെല്ലാം കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കത്തക്ക രീതിയിൽ നമുക്ക് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആധുനിക സൗകര്യങ്ങളോടെ 25 ലക്ഷം രൂപ ചെലവിലാണ് വിശ്രമ മന്ദിരം പുതുക്കി പണിതത്. തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സവിത, വൈസ് ചെയർമാൻ കലിങ്കിൽ പത്മനാഭൻ, പി മുഹമ്മദ് നിസാർ, കെ സന്തോഷ്, പി കെ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.